ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതലാണ്. ഇനി അർത്ഥം അറിയില്ല, കുഴപ്പമില്ല. ഖുർആൻ നമ്മുടെ ശരീരത്തെ കേൾപ്പിച്ചുകൊണ്ട് നമ്മൾ ഓതുക. അല്ലെങ്കിൽ ഖുർആൻ ഭംഗിയായി ഓതുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ കേൾക്കുക. എന്തൊക്കെയോ പണിയെടുക്കുമ്പോൾ, കിച്ചണിലൊക്കെ പണിയെടുക്കുമ്പോൾ ഒക്കെ കേട്ടാൽ കൂലി തന്നെയാണ്. പക്ഷെ ഖുർആനിൻ്റെ ആയത്തുകളെ മാത്രം ധ്യാനിക്കുന്നത് പോലെ അതിൻ്റെ ആയത്തുകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ കേൾക്കുക, ശരീരത്തെ കേൾപ്പിക്കുക. ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ നമ്മൾ കേൾക്കുകയും അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ നമ്മൾ ഓതുകയും ചെയ്യുക. അബൂജഹലും അഖ്നസും അബൂ സുഫിയാനും മൂന്നാളുകൾ രാത്രിയായാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് പോവാറുണ്ട്. അബൂജഹൽ മുസ്ലിമല്ല, അഖ്നസും മുസ്ലിമല്ല, അബൂ സുഫിയാനും മുസ്ലിമല്ല. മൂന്നാളുകളും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വീടിൻ്റെ സമീപത്തേക്ക് പോവാറുണ്ട്, ആരും അറിയാതെ. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബായ നബി തങ്ങൾ രാത്രിയിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ ആരും കാണാതെ പതിഞ്ഞിരുന്നു ഒളിഞ്ഞിരുന്നു ആ ഖുർആൻ ഇങ്ങനെ കേട്ട് ആസ്വദിക്കാറുണ്ടായിരുന്നു. ആരും കാണാതെ രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ ഖുർആൻ കേൾക്കാൻ വേണ്ടി അബൂജഹലും അബൂ സുഫിയാനും അഖ്നസ് ഇബ്നു ശരീഖും നബി തങ്ങളുടെ വീടിന്റെ അടുത്തേക്ക് പോയി നബി തങ്ങളുടെ വീട്ടിലേക്ക് ചെവി വെച്ച് ഖുർആൻ കേൾക്കാറുണ്ടായിരുന്നു എന്നാണ്. അത്രത്തോളം മാധുര്യമാണ് ഈ ഖുർആൻ, അത്രത്തോളം സുന്ദരമാണ് ഈ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, അർത്ഥമറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സ്വരമാധുര്യത്തോടുകൂടി ഓതുന്നൊരു ഖുർആനിനെ കേൾക്കാൻ അർത്ഥമറിയാത്തവർക്ക് വരെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, തഅ്സീറുകൾ ഉണ്ടാക്കുന്ന പദങ്ങളാണ്, ആശയങ്ങളാണ് ഈ ഖുർആനിലുള്ളത്. അങ്ങനൊരു ദിവസം സുബഹയോടടുത്ത സമയത്ത് ഈ മൂന്നാളുകളും പരസ്പരം കണ്ടുമുട്ടുകയാണ്. ആര്? അബൂ സുഫിയാനും അബൂജഹലും അഖ്നസും സുബഹയ്ക്ക് ഖിറാഅത്ത് കേട്ട് തിരിച്ചു പോകുന്ന സമയത്ത് മൂന്നാളുകളും പരസ്പരം കണ്ടുമുട്ടി. അപ്പോൾ ഒരാൾ ചോദിച്ചു, നീ എന്താ ഇവിടെ? ഞാൻ ഖുർആൻ കേൾക്കാൻ വന്നതാ. നീ എന്താ ഇവിടെ? ഞാനും ഖുർആൻ കേൾക്കാൻ വന്നതാ. നീ എന്താ ഇവിടെ? ഞാനും ഖുർആൻ കേൾക്കാൻ വന്നതാ. മൂന്നുപേരും അള്ളാഹിന്റെ റസൂലിന്റെ വലിയ ശത്രുക്കളാ. അപ്പോഴാണ് മൂന്നാളുകളും അവിടെ വെച്ച് സത്യം ചെയ്തത്, ഇനിമേലാൽ നമ്മൾ മൂന്നുപേരും ഖുർആൻ കേൾക്കാൻ വേണ്ടി നബി തങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പാടില്ല. കാരണം നാട്ടിലുള്ള ചെറുപ്പക്കാരിതറിഞ്ഞാൽ അവരും ഖുർആൻ കേൾക്കാൻ വരികയും അവർക്കത് ഇസ്ലാമിലേക്കുള്ള വഴി തുറക്കാനുള്ള സാധ്യതയുണ്ട്. ഇവരാണെങ്കിൽ അഹങ്കാരത്തിന്റെ കുപ്പായമിട്ട ഒരു വിഭാഗം ആളുകളായിരുന്നു. ഖൽബിൽ നിറയെ അഹങ്കാരം നിറഞ്ഞവർ. അഭിമാനത്തിനും അന്തസ്സിനും സ്ഥാനത്തിനും വേണ്ടി സത്യം നബി തങ്ങളുടെ ഭാഗത്താണെന്ന് മനസ്സിലായിട്ടും ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത ആളുകളായിരുന്നു ഈ മൂന്നാളുകൾ. അതുകൊണ്ട് ഇനിമേലാൽ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ മൂന്നുപേരും ഇവിടേക്ക് കടന്നു വരാൻ പാടില്ല. അങ്ങനെ മൂന്നാളുകളും സത്യം ചെയ്ത് അവിടെ നിന്ന് പിരിയുകയുണ്ടായി. പിറ്റേ ദിവസം രാത്രി മൂന്നാളുകളും വിചാരിച്ചു മറ്റേയാള് വരൂല എന്ന്. ഇയാള് വിചാരിച്ചു അയാൾ വരൂല, കാരണം സത്യം ചെയ്തിട്ട് പോയതല്ലേ. പക്ഷേ ഖുർആനിന്റെ ഭംഗി കാരണത്താൽ, അത് കേൾക്കാനുള്ള രസം കാരണത്താൽ, അതിന്റെ ആശയങ്ങൾ കാരണത്താൽ മൂന്നാളുകളും രണ്ടാമത്തെ രാത്രിയും പരിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങി ഖുർആൻ കണ്ട് ഖുർആൻ കേട്ട് രാവിലെയാകുമ്പോ തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോകുമ്പോൾ വീണ്ടും മൂന്നാളുകളും കണ്ടുമുട്ടി. നിങ്ങളിൽ ഇന്നലെ വരണ്ടെന്ന് പറഞ്ഞു. മൂന്നാളുകൾക്കും പറയാനൊന്നുമില്ല. വീണ്ടും സത്യം ചെയ്തു, ഇനിമേലാൽ വരാൻ പാടില്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസം രാത്രിയായപ്പോൾ വീണ്ടും അവരിറങ്ങി പരിശുദ്ധമായ ഖുർആൻ കേൾക്കാൻ വേണ്ടി. ഇത് ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അബൂജഹൽ. ആ അബൂജഹൽ പോലും പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നതിൽ ഒരു ആസ്വാദനം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഖുർആനിന്റെ മഹത്വം എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാനിത് പറഞ്ഞു തരുന്നത്. അബൂജഹലും അഖ്നസ് ഇബ്നു ശരീഖും അതേപോലെ അബൂ സുഫിയാനുമാണ് മൂന്നാമത്തെ ദിവസവും സത്യം ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസവും ഖുർആൻ കേൾക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് ചെല്ലുന്നത്. പിറ്റേ ദിവസം രാവിലെ ഈ മൂന്നാളുകളും കണ്ടുമുട്ടി. അന്നവര് വീണ്ടും സത്യം ചെയ്തു ഇനി പോകൂല. അങ്ങനെ അഖ്നസ് ഇബ്നു ശരീഖ് എന്ത് ചെയ്തു? പിറ്റേ ദിവസം രാവിലെ ആദ്യം അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് ചെന്നു. അബൂ സുഫിയാനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പറയുന്നു മുഹമ്മദിന്റെ ഖുർആനിനെ കുറിച്ച്? അപ്പോഴാണ്
അബൂ സുഫിയാൻ പറയുന്നത്, ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതാണ്, ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതാണ്, എന്തൊക്കെയോ അത്ഭുതങ്ങളുണ്ടതില്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കാത്ത ആശയങ്ങളുണ്ട്. അഖ്നസ് പറഞ്ഞു, എനിക്കും അതേപോലെയാണ് തോന്നിയത്. രണ്ടുപേരും അബൂജഹലിനെ കാണാൻ പോയി. അബൂജഹൽ അപ്പോൾ പറഞ്ഞത്, ഒരു കാരണവശാലും ഞാൻ മുഹമ്മദിനെ അംഗീകരിക്കൂല. കാരണം ഞങ്ങൾ രണ്ടുപേരുടെ കുടുംബവും ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവരാണ്, സഹായിക്കുന്നവരാണ്, വെള്ളം നൽകുന്നവരാണ്. പക്ഷേ ഒരു വിഷയത്തിൽ മുഹമ്മദിന്റെ കുടുംബം ഞങ്ങളുടെ കുടുംബത്തെക്കാളും ഉന്നതിയിലാണ്. അഥവാ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രവാചകൻ വന്നു എന്നവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടൊരു കാരണവശാലും മുഹമ്മദിനെ ഞാൻ അംഗീകരിക്കൂല, ഖുർആനിനെയും ഞാൻ അംഗീകരിക്കൂല. അതാണ് അബൂജഹൽ ഖുർആനിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണം. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. ഖുർആൻ കാരണത്താൽ ചില ആളുകൾ നന്മയിലേക്ക് കടന്നു വരുമ്പോ വേറെ ചില ആളുകൾ ഖുർആനിൽ നിന്ന് അകന്നു പോകുമെന്ന് പരിശുദ്ധ ഖുർആനാ നമ്മോട് പഠിപ്പിച്ചത്. ചില ആളുകൾ ഖുർആനിലേക്ക് അടുക്കും, ചില ആളുകൾ ഖുർആനിൽ നിന്ന് മാറി നിൽക്കും. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുമ്പോൾ വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂആ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുമ്പോൾ സുജൂദിൽ വീഴുമത്രേ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്. വയഖിറൂന ലിൽ അദ്ഖാനി യബ്കൂന വയസീദുഹും ഖുശൂആ. കരഞ്ഞുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരയുമത്രേ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ. അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ വതളഹകൂന വലാ തബ്കൂൻ. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് ആലോചിച്ച് കരയാത്ത ആളുകളെ വിമർശിക്കുകയും ഖുർആനിനെ കുറിച്ച് ആലോചിച്ച് കരയുന്നവരെ പുകഴ്ത്തുകയും അല്ലാഹു തആല ചെയ്തിട്ടുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ ഖുർആനിന്റെ ആയത്ത് കേട്ട് കരയുന്ന ആളുകള്, ഖുർആനിന്റെ ആയത്ത് കേട്ട് അതിൽ അത്ഭുതത്തോടുകൂടി അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ അല്ലാഹു തആല ബഹുമാനിക്കുന്നുണ്ട് ഖുർആനിൽ. നേരെ മറിച്ച് ഖുർആനിന്റെ ആയത്തുകൾ കടന്നു വന്നിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കാതെ, അതിനെക്കുറിച്ച് ആലോചിച്ച് കരയാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഖുർആൻ ചോദിക്കുന്നുണ്ട്, വതളഹകൂന വലാ തബ്കൂൻ. നിങ്ങൾ ചിരിക്കുകയാണോ? നിങ്ങൾക്ക് എന്തേ കരച്ചിൽ വരുന്നില്ലേ? ശത്രുക്കളെ കുറിച്ച് ചോദിച്ചതാ. മക്കാ മുശ്രിക്കീങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ട് കരയുന്നതിന് പകരം അവർ പരിഹസിക്കാനാ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് എന്തേ ഇതിനാലോചിച്ച് കരയാൻ കഴിഞ്ഞിട്ടില്ലേ? കരയാനുള്ള സമയമായിട്ടില്ലേ? നിങ്ങൾ ചിരിക്കുകയാണോ? അല്ലാഹുവിന്റെ ഹബീബ് പോലും പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ട് കരഞ്ഞ ആളാണ്. നമ്മൾക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല ലി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ. ഖുർആൻ ഓതി തരാൻ പറഞ്ഞു, ഖുർആൻ ഓതി കൊടുക്കാൻ പറഞ്ഞു. ഖുർആൻ നമ്മൾ ഓതുന്നത്, നമ്മൾ കേൾക്കുന്നതും വേറെ ഒരാൾ ഓതുന്നത് കേൾക്കുന്നതും രണ്ടും രണ്ടാണ്. നമ്മൾ ഓതുമ്പോൾ നമ്മുടെ ശരീരത്തെ കേൾപ്പിച്ചുകൊണ്ടോതണം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അല്ലാഹു തആല പരിശുദ്ധ ഹബീബിനോടാ പറയുന്നത്, യാ അയ്യുഹൽ മുസമ്മിൽ, ഓ മൂടിപ്പുതച്ചുറങ്ങുന്ന നബിയേ, വറത്തിലിൽ ഖുർആന തർതീലാ. വളരെ ഭംഗിയായിട്ട് വേണം പരിശുദ്ധമായ ഖുർആൻ ഓതാൻ. കടമ നിർവഹിക്കാൻ ഖുർആൻ ഓതേണ്ടതില്ല. ഓതി എന്ന് പറയാൻ, ഇത്ര ഖത്തം ഞാൻ തീർത്തു എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമ്മളാരും പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടതില്ല. അമിതമായ വേഗത്തിൽ അർത്ഥങ്ങൾ ആലോചിക്കാതെ, തജ്വീദിന്റെ നിയമങ്ങൾ പാലിക്കാതെ, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കേണ്ട സ്ഥലങ്ങളിൽ ചോദിക്കാതെ, സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യാതെ, അമിതമായ വേഗത്തിൽ 3ഉം 4ഉം ഖത്തം ഓതി തീർക്കുന്നതിനേക്കാളും നല്ലത് വളരെ ഭംഗിയായി അതിന്റെ അർത്ഥം ആലോചിച്ച് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി തജ്വീദിന്റെ നിയമപ്രകാരം ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും ചൊല്ലി സുജൂദ് ചെയ്ത് ഒരു ഖത്തം ഓതലാണ് 4 ഖത്തം ഓതുന്നതിനേക്കാളും നല്ലത്. പ്രിയപ്പെട്ടവരെ, കോഴിക്കുഞ്ഞുങ്ങൾക്ക്
നിങ്ങൾ ധാന്യമണികൾ വിതറുന്നത് പോലെ പരിശുദ്ധമായ ഖുർആനിനെ ഓതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ധാന്യമണികൾ പെറുക്കിയെടുക്കുന്ന പക്ഷികൾ കോഴികളൊക്കെ കുറുകുന്നത് പോലെ ഒച്ച വെക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധമായ ഖുർആനിനെ ഒരു മൂളിപ്പാട്ട് പോലെ ഓതി തീർക്കാൻ പാടില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? വറത്തിലിൽ ഖുർആന തർതീലാ, വളരെ ഭംഗിയായി ഓതണം. എത്ര ഭംഗിയാണോ നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത്. സുദൈസിയെ പോലെയോ മാഹിർ മുഅഖിലിയെ പോലെയോ ഓതാൻ കഴിയില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് വെച്ച് എത്ര ഭംഗിയായി ഓതാൻ സാധിക്കുമോ അത്രയും ഭംഗിയായി ഓതണം പ്രിയപ്പെട്ടവരെ. പിന്നെയുള്ളത് പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോഴുള്ള ആദാബുകളാണ്. എന്തുകൊണ്ടാണ് ഈ റമദാനിന്റെ വാതിൽക്കൽ വെച്ച് ഞാൻ ഖുർആനിനെ പറയാനുള്ള കാരണം? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, അല്ലാഹു പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണ്. ലൈലത്തുൽ ഖദർ പരിശുദ്ധ റമദാനിലാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ പരിശുദ്ധമായ റമദാനിനെ അല്ലാഹു വല്ല സ്ഥാനവും നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹു വല്ല പ്രത്യേകതയും നൽകിയിട്ടുണ്ടെങ്കിൽ അത് റമദാനിന്റെ പ്രത്യേകതയല്ല, അത് അല്ലാഹു ഖുർആൻ ഇറക്കി എന്ന പ്രത്യേകതയാണ്. ഖുർആൻ ഇല്ല എങ്കിൽ റമദാൻ സീറോ ആണ്. ഖുർആൻ ഇറങ്ങിയില്ല എങ്കിൽ റമദാൻ ഒന്നുമല്ല. അപ്പൊ നമ്മൾ റമദാനിൽ നോമ്പെടുക്കുന്നു, ഖുർആൻ ഓതുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ റമദാൻ എങ്ങനെയാ സ്വീകാര്യമാവുക? പിന്നെ എങ്ങനെയാണ് റമദാനിനെ ബഹുമാനിച്ചവരിൽ നമ്മൾ പെട്ടുപോവുക? പ്രിയപ്പെട്ടവരെ, റമദാൻ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഖുർആൻ ഇറക്കപ്പെട്ടത് റമദാനിലാണ്. തൗറാത്ത് ഇറക്കപ്പെട്ടത് റമദാനിലാണ്. ഇഞ്ചീൽ ഇറക്കപ്പെട്ടത് റമദാനിലാണ്. സബൂർ ഇറക്കപ്പെട്ടത് റമദാനിലാണ്. അള്ളാഹുവിന്റെ എല്ലാ വേദഗ്രന്ഥങ്ങളും പരിശുദ്ധമായ റമദാനിലാണ് ഇറക്കപ്പെട്ടത്. റമദാൻ മുസ്ലിം ഉമ്മത്ത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ ഉമ്മത്തിന് മാത്രം അള്ളാഹു നൽകിയതല്ല, നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു റമദാനിന് നൽകിയിട്ടുണ്ട്. നബി തങ്ങൾ പറയുന്നു, റമദാനിൽ മറ്റുള്ള സമുദായങ്ങൾക്ക് നൽകാത്ത 5 പ്രത്യേകതകൾ ഞാൻ എന്റെ സമുദായത്തിന് നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, നോമ്പുകാരന്റെ വായയുടെ ദുർഗന്ധം അത് അള്ളാഹുവിന്റെ കോടതിയിൽ കസ്തൂരിയെക്കാളും സുഗന്ധമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതിൽ നിന്ന് മനസ്സിലാക്കണം, റമദാൻ അല്ലാഹു നമ്മൾക്ക് മാത്രം തന്നതല്ല, റമദാൻ അല്ലാഹു എല്ലാ സമുദായക്കാർക്കും നൽകിയിട്ടുണ്ട്. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാർക്കും റമദാൻ നൽകിയിട്ടുണ്ട്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കണക്ക് പ്രകാരം ലോകത്തിന്റെ തുടക്കം മുതലേ, ആരംഭം മുതലേ മാസങ്ങളുടെ കണക്ക് 12 എണ്ണമാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ റമദാൻ ഉണ്ട്. മാസങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. അപ്പൊ റമദാൻ നമ്മൾക്ക് മാത്രം അല്ലാഹു നൽകിയ പ്രത്യേകതയല്ല, പിന്നെയോ എല്ലാ പ്രവാചകന്മാരുടെ ഉമ്മത്തിനും അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്ന് വിഭിന്നമായി 5 പ്രത്യേകതകൾ അല്ലാഹു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, നോമ്പുകാരന്റെ വായിൽ സ്മെല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നോമ്പുകാരന്റെ വായിൽ നിന്ന് ദുർഗന്ധം വരാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കാതെ ഒരു 12 മണിക്കൂറൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ വായിൽ നിന്ന് സ്വാഭാവികമായി ദുർഗന്ധം വരും. ഇതുപോലെ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബ്രഷ് ചെയ്ത് ഉറങ്ങിയാലും രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യാതെ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് ദുർഗന്ധം വരുന്നത് പോലെ. എന്തുകൊണ്ടാണത്? നമ്മുടെ വയറ്റിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്, ആ ഒരു പ്രോസസ് സംഭവിക്കുന്നത് ഉറങ്ങുമ്പോഴാണ്. അതേപോലെ ഭക്ഷണം കഴിക്കാത്ത സമയങ്ങളിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രവർത്തിക്കും നമ്മുടെ വയറുകളിൽ. അപ്പൊ സ്വാഭാവികമായി ഭക്ഷണം കഴിക്കാത്ത സമയങ്ങളിൽ നിന്ന് നമ്മുടെ വായയിൽ ദുർഗന്ധം വരാനുള്ള സാധ്യതയുണ്ട്. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന് ആ ദുർഗന്ധം കസ്തൂരിയുടെ സുഗന്ധത്തെക്കാളും ഇഷ്ടമാണ്. പക്ഷേ നിന്റെ സുഹൃത്തിന് അത് ഇഷ്ടമായി കൊള്ളണമെന്നില്ല, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവനത് ഇഷ്ടമായി കൊള്ളണമെന്നില്ല, നിന്റെ കൂടെ പഠിക്കുന്നവനും പ്രവർത്തിക്കുന്നവനും യാത്ര ചെയ്യുന്നവനും അത് ഇഷ്ടമായി കൊള്ളണമെന്നില്ല. അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് വെച്ച് ഇതേ ദുർഗന്ധം വമിക്കുന്ന വായയുമായിട്ട് നിന്റെ കൂട്ടുകാരോട് നീ സംസാരിക്കാൻ നിൽക്കരുതേ. കഴിയുമെങ്കിൽ പകർച്ചയായിട്ടുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യണം. കാരണം ഈ ഇസ്ലാമിനെ കുറിച്ചോ ഈ മതത്തിന്റെ ഈ സിസ്റ്റത്തെ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ മറ്റുള്ളവർക്കൊരു വെറുപ്പ് തോന്നാൻ പാടില്ല. ഇതര മതസ്ഥർ, പ്രത്യേകിച്ച് നമ്മുടെ ഈ മതത്തിന്റെ പരിശുദ്ധമായ റമദാനിനെ പുച്ഛത്തോടെ കാണാൻ പാടില്ല.
നമ്മൾ പല്ല് തേക്കരുത്, നമ്മൾ മാത്രം ഇടപെടുന്ന സാഹചര്യങ്ങളിൽ. കാരണം അല്ലാഹുവിന് ഇഷ്ടമാണല്ലോ അത്. നേരെ മറിച്ച് പൊതുജനങ്ങളുമായി ഇടപെടുന്ന അവസരങ്ങളിൽ, പൊതുജനങ്ങളുമായി സംസാരിക്കുന്ന സമയങ്ങളിൽ, മറ്റുള്ളവർക്ക് വെറുപ്പും മറപ്പും ഉണ്ടാക്കുന്ന രീതിയിൽ ദുർഗന്ധം വമിക്കുന്ന സമയത്ത് നമ്മുടെ പല്ല് നമ്മൾ ബ്രഷ് ചെയ്യണം. അത് വൃത്തിയാക്കാതെ സംസാരിക്കരുത് എന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മാറി നിൽക്കണം, അവർക്ക് പ്രയാസം വരാത്ത രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കണം. നോമ്പ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന നമ്മുടെ മുഖാത്തബിനോട് അഭിസംബോധനം ചെയ്യുന്നവരെ ഒരു കാരണവശാലും നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല. വെറുപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇസ്ലാമിലില്ല. പള്ളിയിലേക്ക് പോകുമ്പോൾ ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പള്ളിയിലേക്ക് പോകരുത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഭാര്യമാരുടെ ഇടയിൽ പിണക്കമുണ്ടായപ്പോ നബി തങ്ങൾ സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും പോകുന്നത് കണ്ടപ്പോ ആയിഷ ബീവിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഹഫ്സ ബീവിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എപ്പോഴും എന്തിനാ സൈനബിന്റെ വീട്ടിലേക്ക് പോകുന്നത്? അപ്പൊ നബി തങ്ങൾ എന്തിനാ പോകുന്നതെന്നറിയോ? അവിടെ നല്ല തേനുണ്ട്, നല്ല സ്വാദിഷ്ടമായ തേന്. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ നന്നായി ദാനധർമ്മം ചെയ്യുന്നൊരു പെണ്ണായിരുന്നു. ഉമ്മഹാത്തുൽ മസാകീൻ, മിസ്കീന്മാരുടെ മാതാവാണ്, പാവപ്പെട്ടവരുടെ ഉമ്മയാണ് സൈനബ് ബീവി റളിയല്ലാഹു അൻഹ. നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളാണ്, ഉദാരമതിയായിരുന്നു. അങ്ങനെ മഹതിയായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ എപ്പോഴും നബി തങ്ങൾക്ക് തേന് കൊണ്ടുവന്ന് വെക്കാറുണ്ടായിരുന്നു. നബി തങ്ങൾ അത് കുടിക്കാൻ വേണ്ടി പോകുമ്പോ മറ്റുള്ള ഭാര്യമാർക്ക് ചെറിയൊരു അസൂയയുണ്ടായി. അത് നിർത്തണം, ഇനി മേലാൽ ആവർത്തിക്കാൻ പാടില്ല. കാരണം നബി തങ്ങൾ സ്ഥിരമായി അവിടെ പോയി തേന് കുടിച്ചാൽ ഞങ്ങളോടുള്ള ഇഷ്ടം കുറയുമോ എന്ന ആശങ്കയായിരുന്നു മറ്റുള്ള ഭാര്യമാർക്ക്. അപ്പോഴാണ് മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയും കൂടി പദ്ധതിയിടുന്നത്. നബി തങ്ങൾ വന്നാൽ മൂക്ക് പൊത്തിയിരിക്കണം, സംസാരിക്കുമ്പോൾ മൂക്ക് പൊത്തിയിരിക്കണം. എന്തോ വായിൽ നിന്ന് ദുർഗന്ധം വരുന്നത് പോലെ, വായിൽ നിന്ന് നാറ്റം വരുന്നത് പോലെ നിങ്ങൾ മൂക്ക് പൊത്തി മാറി നിൽക്കണം. പറഞ്ഞതുപോലെ രണ്ടുപേരും അങ്ങനെ ചെയ്തു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു, വായിൽ നിന്ന് ദുർഗന്ധമുണ്ട് എന്ന രീതിയിൽ രണ്ടുപേരും അഭിനയിക്കുകയാണ്. അപ്പൊ നബി തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? പറഞ്ഞു, അതെ, സൈനബിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ തേന് കഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് മറ്റുള്ള ഭാര്യമാര് പറയുന്നത്, എന്നാൽ ആ തേനിൽ എന്തോ ദുർഗന്ധമുണ്ട്, അത് ഇന്നാലിന്ന ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയ തേനാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിന്റെ അടയാളം നിങ്ങളുടെ സംസാരത്തിലൂടെ കാണുന്നുണ്ട്. ഉടനെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സത്യം ചെയ്തു, വല്ലാഹി, അള്ളാഹുവാണ്, ഇനി മേലാൽ ഞാൻ ആ തേന് കുടിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പരിശുദ്ധ റസൂൽ സത്യം ചെയ്തിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഞാൻ സൈനബിന്റെ വീട്ടിൽ പോയി ആ ഒരു തേന് കുടിക്കൂല. ആയിഷ ബീവിയുടെയും ഹഫ്സ ബീവിയുടെയും ഉദ്ദേശം പൂർത്തിയായില്ലയോ? സത്യത്തിൽ അവിടെ ദുർഗന്ധമുണ്ടായില്ല. പക്ഷെ നബി തങ്ങള് ഞാൻ കാരണം മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാകുന്നത് നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് നബി തങ്ങൾ പറഞ്ഞത്, ലാ യഖ്റുബന്ന മസ്ജിദനാ, ദുർഗന്ധം വമിക്കുന്ന വായയുമായിട്ട്, ദുർഗന്ധം വമിക്കുന്ന വസ്ത്രവുമായിട്ട്, വിയർത്തിട്ട് വിയർപ്പിന്റെ ദുർഗന്ധമുള്ള ആ വസ്ത്രവുമായി നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സീസർ വലിച്ചുകൊണ്ട്, പുക വലിച്ചുകൊണ്ട്, വായ വൃത്തിയാക്കാതെ ആ പുകയുടെ സ്മെല്ലുമായി ദുർഗന്ധവുമായിട്ട് എന്റെ പള്ളിയിലേക്ക് നിങ്ങൾ വരരുത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വെറുതെയല്ല. പ്രിയപ്പെട്ടവരെ, ഉടനെ തന്നെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, ലിമ തുഹല്ലിമു മാ അഹല്ലല്ലാഹു ലക്, എന്തിനാണ് അല്ലാഹു ഹലാലാക്കിയതിനെ നിങ്ങൾ ഹറാമാക്കുന്നത്? തേൻ അല്ലാഹു ഹലാലാക്കി തന്ന വസ്തുവല്ലയോ? നിങ്ങളുടെ ഭാര്യമാരിൽ ചില ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി, ചില ആളുകളുടെ ഇഷ്ടത്തിന് വേണ്ടി അള്ളാഹു ഹലാലാക്കിയതിനെ എന്തിനാണ് നബിയെ നിങ്ങൾ ഹറാമാക്കുന്നത് എന്ന് ആയത്ത് വരെ പരിശുദ്ധമായ ഖുർആനിൽ ഇറങ്ങിയിട്ടുണ്ട് സഹോദരങ്ങളെ. അപ്പൊ ഞാൻ പറയുന്നത്, പരിശുദ്ധമായ റമളാനിൽ നോമ്പ് നോറ്റതിന്റെ പേരിൽ നമ്മുടെ വായിൽ നിന്ന് ദുർഗന്ധമുണ്ടാകും. നമ്മളുമായി ഇടപെടുന്ന സാഹചര്യങ്ങളിൽ ആ ദുർഗന്ധമായിക്കോട്ടെ അള്ളാഹുവിന് ഇഷ്ടമുള്ളതല്ലേ? പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോ
പ്രത്യേകിച്ച് ഇതര മതസ്ഥരുമായി അല്ലെങ്കിൽ മറ്റുള്ള ജോലിയുടെ സമയങ്ങളിൽ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ സംസാരം നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഒന്നുകിൽ നമ്മൾ ഒരൽപ്പം മാറി നിന്ന് ഇതിന്റെ പ്രയാസം സംസാരിക്കുന്ന അഭിസംബോധനം ചെയ്യുന്ന ആളുകൾക്ക് പ്രയാസം വരാത്ത രീതിയിൽ അവരോട് സംസാരിക്കണം. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് മറ്റുള്ള സമുദായത്തിന് നൽകാത്ത 5 പ്രത്യേകതകളിലൊന്ന് നോമ്പുകാരന്റെ ദുർഗന്ധം അല്ലാഹുവിന്റെ കോടതിയിൽ അത് മിസ്കിനെക്കാളും കസ്തൂരിയെക്കാളും സുഗന്ധമുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. രണ്ടാമതായി പറഞ്ഞത് രാവിലെ മുതൽ വൈകുന്നേരം വരെ, സുബഹി മുതൽ വൈകുന്നേരം വരെ കോടാനക്കോടി മലക്കുകൾ നോമ്പുകാരന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുമത്രേ. അള്ളാഹുവേ, ഇയാൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആർക്ക്? മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബാ, ആരാണോ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നത്. കടമയ്ക്ക് വേണ്ടി നോമ്പെടുക്കുന്നവരല്ല. പ്രിയപ്പെട്ടവരെ, നോമ്പെന്ന് പറഞ്ഞാൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നോമ്പെന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണിന് വേണം നോമ്പ്, നിന്റെ ചെവിക്ക് വേണം നോമ്പ്, നിന്റെ നാവിന് വേണം, നിന്റെ കൈകാലുകൾക്ക് വേണം നോമ്പ്. പട്ടിണി കിടന്നാൽ നോമ്പാവൂല എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കണ്ണിനും ചെവിക്കും നാവിനും കൈകാലുകൾക്കും നോമ്പ് നൽകുന്ന നോമ്പുകാരൻ, ആ നോമ്പുകാരന് വേണ്ടി ആകാശലോകങ്ങളിൽ നിന്നുള്ള സർവ്വമാലാഖമാരും ദുആ ചെയ്യുമത്രേ. അല്ലാഹുവേ, ഇയാൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്, നമ്മൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. മറ്റുള്ള സമുദായങ്ങൾക്ക് ആർക്കും നൽകാത്ത പ്രത്യേകതയാണിത്. മൂന്നാമതായി നബിച്ചങ്ങൾ പറഞ്ഞു, നോമ്പുകാരായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു നൽകുന്ന പ്രത്യേകമായ സംവിധാനം റമളാനായാൽ പിശാചുക്കളെ കെട്ടിയിടുമെന്നാണ്. പിശാചുക്കൾ ലോകത്തിന്റെ തുടക്കം മുതലേ, ഈ ഭൂമിയുടെ ആരംഭം മുതലേ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയ ഒരു വരമുണ്ട്. അള്ളാഹുവേ, റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ, അള്ളാഹുവേ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ എനിക്ക് അവസരം നൽകണം അല്ലാഹ്.